ഒരു മണ്ഡലകാലം കൂടി നമ്മെ കടന്നു പോകുന്നു. ഓരോ മണ്ഡലകാലവും പിന്നിടുമ്പോൾ വേദനയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന സംഭവമാണ് ശബരിമല പുല്ലുമേട് ദുരന്തം. ഒരു ദശാബ്ദം പിന്നിടുമ്പോൾ ആ ദുരന്തത്തിൻ്റെ നാൾവഴികളിലൂടെ ഞങ്ങൾ വീണ്ടും ഒരു യാത്ര പോകും. വണ്ടിപ്പെരിയാറിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരം തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ സഞ്ചരിച്ച് എത്തിച്ചേരുന്ന സ്ഥലമാണ് സത്രം. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. ഇതിനോട് ചേർന്ന് ഒരു ക്ഷേത്രവുമുണ്ട്. ഇതിന് പിറകിലാണ് കാനനപാത ആരംഭിക്കുന്നത്. ഇവിടെ നിന്നാണ് കാനനപാത വഴിയുള്ള തീർത്ഥാടനം അയ്യപ്പ ഭക്തർ ആരംഭിക്കുന്നത്. അത് സന്നിധാനത്തേക്ക് ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ഏകദേശം ദൂരമുണ്ട്. ഇതിലൂടെ തന്നെയാണ് പുല്ലുമേട്ടിലേക്ക് ശബരിമല അയ്യപ്പ ഭക്തർ മകരജ്യോതി കാണാൻ യാത്ര നടത്തിയിരുന്നത്. 6 കിലോമീറ്റർ ദൂരമാണ് പുല്ലുമേട്ടിലേക്കുള്ളത്. കൊടും കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഇടയ്ക്ക് മുഖം കഴുകി ക്ഷീണമകറ്റാൻ ഇതുപോലുള്ള നീർച്ചോലകൾ ഉണ്ട്. ഇത്തരം വഴികൾ താണ്ടിയാണ് മുൻപ് അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്കും അതോടൊപ്പം പുല്ലുമേട്ടിലേക്കും യാത്ര ചെയ്തിരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഇരുമ്പ് പാലം കാണാം. ഇത് കടന്ന് അങ്ങോട്ട് പോകുന്നത് വനമാണ്. വനംവകുപ്പിന് കീഴിലുള്ള പ്രദേശമാണ്. അവിടെ നിന്നാണ് ശരിക്കും ഈ കാനനപാത തുടങ്ങുന്നത്. വനം വകുപ്പിൻ്റെ അഴുത റേഞ്ച് സത്രം സെക്ഷൻ ഓഫീസ് നിൽക്കുന്നത് ഇവിടെയാണ്. ഇതുവരേക്ക് മാത്രമേ തൽക്കാലം പ്രവേശനമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് കൊടും വനമാണ്. ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല. ആ കാണുന്നതാണ് പുല്ലുമേട്. 100-ലധികം പേരുടെ മരണത്തിന് കാരണമായ പുല്ലുമേട് ദുരന്തം സംഭവിച്ചത് അവിടെയാണ്. ഇപ്പോൾ അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. ഞങ്ങളും നിയമം തെറ്റിക്കുന്നില്ല. അതിനാൽ തന്നെ സമാന്തരമായി അതിന് തൊട്ടടുത്തുള്ള മറ്റൊരു മലയ്ക്ക് മുകളിൽ നിന്നാണ് ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഈ ആന്ധ്ര തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്നൊക്കെയുള്ള അയ്യപ്പ ഭക്തന്മാർ അവർ കമ്പം തേനി വഴി ഈ കുമളി വണ്ടിപ്പെരിയാർ വഴി ആണ് ശബരിമലയിലേക്ക് എത്തുന്നത്. പുൽമേട് യാത്ര എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ പുൽമേട്ടിൽ കയറി നിന്നുകൊണ്ട് മകരവിളക്ക് ദർശിക്കുക എന്നുള്ളത്
രണ്ട് പ്രയോജനമാണ് അവർക്ക് ലഭിക്കുന്നത്. ഒന്ന്, പൊന്നമ്പലമേട്ടിലേക്ക് മകരജ്യോതി ദർശിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ശബരിമലയിലേക്ക് നോക്കി അവിടെ ദീപാരാധന ദർശിക്കാൻ സാധിക്കും. അവർ ശബരിമല ദർശനമെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ഇതുകൂടെ കണ്ടിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഇവരെല്ലാം തടിച്ചുകൂടി. അപ്പോൾ ഒരു 6:50 മുമ്പായിട്ട് ഈ പൊന്നമ്പല മേട്ടിലെ വിളക്ക് തെളിയും. അത് കാണാനായിട്ടാണ് ഈ പുല്ലുമേട്ടിൽ ഏതാണ്ട് 1.5 ലക്ഷം ആളുകൾ ഒന്നിച്ച് അവിടെ തടിച്ചു കൂടുന്നത്. ആ വർഷത്തെ മകരസംക്രാന്തി സമയത്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ പൂജ നടത്താൻ കുറച്ച് താമസിച്ചു. അപ്പോഴത്തേക്ക് നല്ല കൂരിരുട്ടായി. അവിടെ എങ്ങും വെളിച്ചവും ബാക്കി സംവിധാനങ്ങളും, ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഫോറസ്റ്റിൽ പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതുകൊണ്ട് അവിടെ ലൈറ്റും ഒന്നും ഇല്ലായിരുന്നു. ദീപാരാധന കഴിഞ്ഞ് മകരജ്യോതി ദർശനം കൂടി കഴിഞ്ഞാൽ പെട്ടെന്നാണ് ആളുകൾ ഒരേ വഴിയിലേക്ക് വരുന്നത്. ദീപമൊക്കെ കണ്ടു. പിന്നെ അവരുടെ അപ്പോഴുള്ള ഒരു ഉത്സാഹം ഏറ്റവും വേഗം ഇവരുടെ വണ്ടിയിൽ കയറണം. ഉച്ചയ്ക്ക് 12 മണി മുതൽ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഈ വെയിലും കൊണ്ട് ഈ മലമുകളിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ദാഹമുണ്ട്, അവർക്ക് വിശപ്പുണ്ട്. അതുകൊണ്ട് അവരിൽ അതിൻ്റേതായിട്ടുള്ള തിക്കും തിരക്കും അവർ കാട്ടും, സ്വാഭാവികമാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ചെറിയ ചപ്പാത്ത് കടന്നു വേണം വരാൻ. പലയിടത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഒരു ചെറിയ ഭാഗത്തു കൂടി, ഒരു 3 മീറ്റർ ഏതാണ്ട് വീതിയുള്ള ഒരു സ്ഥലത്തു കൂടി ഇവർക്ക് കടന്നു പോകേണ്ട ആവശ്യം വന്നു. ആ വഴിക്ക് സൗകര്യമില്ല, വീതിയില്ല, നടന്നു പോകാനുള്ള സൗകര്യം പോലുമില്ല. മാത്രവുമല്ല, ആ വളരെ ഇടുങ്ങിയ വഴിക്ക് 2 വശത്തും നിൽക്കാനോ നടക്കാനോ വയ്യാത്ത വിധം ചേറുകൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. 2 അടി പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം വന്ന് പെട്ടെന്ന് ഒരു 3/4 ഇഞ്ച് പൈപ്പിലേക്ക് കയറുമ്പോഴുള്ള പ്രഷർ പോലെ ഈ ആളുകൾക്ക് കൂട്ടത്തിൽ ആരൊക്കെയോ ഈ കടയ്ക്കകത്തൂടെ കയറി ഇറങ്ങാനൊക്കെ ശ്രമിക്കും. അപ്പോൾ കടയിലുള്ള ചായക്കടയും മറ്റൊക്കെ നടത്തിയിരുന്ന ആളുകൾ അവരടിച്ച് ഓടിക്കാൻ ശ്രമിച്ചു, കൈ കിട്ടിയതൊക്കെ ഉപയോഗിച്ച്. അവരുടെ ദേഹത്തേക്ക് കടയിലേക്ക് കയറരുതെന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിക്കാനും തീക്കൊള്ളി കൊണ്ട് കുത്തി ഇവരെ ഓടിക്കാനും ശ്രമിക്കുന്ന ആ കടക്കാരൻ്റെ മാനസിക ഭാവം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നതാണ്. കാരണം അപ്പുറത്ത് മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു വലിയ തിക്കും തിരക്കുമായി. ഈ തിക്കും തിരക്കിനുമിടയിൽ ഏതോ ഒരാൾ കാല് തട്ടി അവിടെ വീണു. വളരെ സഡനായിട്ട് ഒരു തടസ്സത്തിൽ തട്ടി നിൽക്കേണ്ടി വരികയും അവർ മുന്നോട്ടേക്ക് കമിഴ്ന്നടിച്ച് വീഴുകയും ആ വീണവരുടെ മുകളിൽ കൂടി പുറകിൽ നിന്ന് ഓടി വന്നവർ ഇപ്പം ഇങ്ങനെ ഫ്ലോയാണ് ആളുകളുടെ. ഒരാൾ വീണു, അതിൻ്റെ പുറത്തൊരാൾ വീണു, അതിൻ്റെ പുറത്തൊരാൾ വീണു. അങ്ങനെ അവിടെ മുഴുവൻ ഒരു വലിയ കുഴപ്പമായി. ദുരന്തം സംഭവിച്ച ഉടൻ ഓടിയെത്തിയ രക്ഷാപ്രവർത്തകർ കണ്ടത് നടുക്കുന്ന കാഴ്ചകൾ. എല്ലായിടത്തും ചവിട്ടി മെതിക്കപ്പെട്ട ശവശരീരങ്ങൾ, ചിതറിയ ഇരുമുടിക്കെട്ടുകൾ, രാജ്യമൊന്നാകെയും വിറങ്ങലിച്ചു നിന്ന നിമിഷങ്ങൾ. ആ പ്രദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ കഴിയുന്ന ഒരു ശ്മശാന ഭൂമിയാണ്. ഒരു മീൻ ബോക്സിൻ്റെ അകത്ത് മീൻ അടുക്കിയിട്ടിരിക്കുന്ന പോലെ മൃതശരീരങ്ങൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. അയ്യപ്പന്മാരുടെ കെട്ടുകൾ മുഴുവൻ ചിന്നിച്ചെതറിക്കിടക്കുന്നു. ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ തിരുവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യാൻ കൊണ്ടുവന്ന നെയ്യ്, അതോടൊപ്പം തന്നെ അവരുടെ വഴിപാട് സാധനങ്ങൾ, ഇതെല്ലാം ചിന്നിച്ചിതറിക്കിടക്കുന്ന കാഴ്ച, ഇരുമുടിക്കെട്ട് തന്നെ ചിന്നഭിന്നമായി കിടക്കുന്ന കാഴ്ച ഒരു ഭക്തനെ എങ്ങനെ അത് സഹിക്കും? അതിൽ ഏറ്റവും ദാരുണമായ ഒരു സംഭവം, മനസ്സിനെ വേദനിപ്പിച്ചൊരു സംഭവം, ഒരു 5 or 6 വയസ്സുള്ള ഒരു മാളികപ്പുറം. ആ മാളികപ്പുറം ഈ തോൾസഞ്ചിയിൽ നിന്നും പിടിവിട്ട് പോകാതെ തോൾസഞ്ചി ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ
കമന്ന് കിടന്ന് മരിച്ച ഒരു കൊച്ചുകുട്ടി. അത് മനസ്സിനെ വളരെയേറെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. 102 പിൽഗ്രിംസ് മരിച്ചു. അനേകം പേർക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ പറ്റി. അവരുടെ ശവശരീരങ്ങളാണ് എടുത്തുകൊണ്ടുപോയത്. അത് എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം. ഇതുതന്നെയാണ് പമ്പ ദുരന്തത്തിലും. പമ്പയിൽ ഹിൽ ടോപ്പിലുണ്ടായ ദുരന്തത്തിൽ എല്ലാവർക്കും ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ KSRTC ബസ്സിൽ എല്ലാവരെയും കയറ്റിയിരുത്തി. പക്ഷേ പത്തനംതിട്ട എത്തിയത് 2-3 മണിക്കൂർ കൊണ്ടാണ്. പക്ഷേ അവിടെ എപ്പോഴേക്കും എല്ലാവരും മരിച്ചിരിക്കുകയാണ്. ഈ വണ്ടിപ്പെരിയാറ്റിലുള്ള ഹെൽത്ത് ഇതിന് വേണ്ടിയിട്ട് അവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഹാളുണ്ട്. ആ ഹാളിലേക്കാണ് ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത്. തടി അടുക്കി വച്ചിരിക്കുന്നത് പോലെ എന്ന് വേണം പറയാൻ. നിരത്തി കിടത്തിയിരിക്കുന്ന ആദ്യത്തെ ഒറ്റനോട്ടത്തിൽ തന്നെ പരിക്കുകളൊന്നും പുറമേ കാണാനില്ല. ഒരു തുള്ളി രക്തം പോലും ആരുടെയും ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞതായിട്ട് തോന്നുന്നില്ല. പക്ഷേ എല്ലാവർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലങ്സ് തകർന്നവരുണ്ട്, റിബ്സ് തകർന്നവരുണ്ട്, കുടൽ ഭാഗത്ത് പ്രഷർ വന്നിട്ട് എല്ലാം പൊട്ടി. ഇങ്ങനെ വിവിധ കാരണങ്ങളാലാണ് ഈ വീഴുന്ന ആളുകൾക്കൊന്നും പിന്നെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. നമുക്ക് വിശ്വസിക്കാനാവാത്തത് നമ്മുടെ ഇന്നർ ഓർഗൻസിലേക്ക്, ശ്വാസകോശം, കരൾ, ഹൃദയം തുടങ്ങിയവയിലേക്ക് വാരിയല്ലുകൾ ചവിട്ടുകൊണ്ട് ഒടിഞ്ഞു കയറിയിട്ടാണ് ദാരുണമായ മരണം സംഭവിച്ചിട്ടുള്ളതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എല്ലാ ശരീരവും ഒരുമാതിരി പഞ്ഞി പോലെ ആയിത്തീർന്നിരിക്കുന്നു. പിറ്റേ ദിവസം ഏതാണ്ട് 9 മണിക്ക് മുൻപ് തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. വൈകുന്നേര സമയം വരെ പോസ്റ്റ്മോർട്ടം നീണ്ടു. ആ നീണ്ട പോസ്റ്റ്മോർട്ടത്തിൻ്റെ അവസാനം അതിനകത്ത് പങ്കെടുത്ത ചിലരുടെയെങ്കിലും സന്തോഷഭാവവും അവർ അതിൽ കാണിച്ച ഒരു കൂടുതലായ അഭിനിവേശവും നമുക്ക് ഇപ്പോഴും മനസ്സിൽ 10 വർഷത്തിന് ശേഷമാണെങ്കിലും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒടുവിൽ ഔദ്യോഗികമായ കണക്ക് പുറത്തു വന്നു. മരിച്ചവരുടെ എണ്ണം 102 എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അപകടത്തിൽ മരിച്ചവരിൽ കൂടുതൽ പേരും തമിഴ്നാട്, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ളവർ പോലും ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ 2 പേർ മാത്രം മലയാളികൾ. ഇവിടെ നിന്നും KSRTC ബസ്സിലാണ് ശവശരീരങ്ങൾ കൊണ്ടുപോയത്. നല്ലൊരു ആംബുലൻസിൽ അവരുടെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കണ്ടേ. ഈ മരിച്ച ഒരു വ്യക്തിയുടെ മൃതദേഹം കർണാടകത്തിൽ കാർവാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. മെഹബൂബ് എന്നു പേരുള്ള ഈ വ്യക്തിയെ അവിടെ പള്ളിയിലടക്കാൻ സമ്മതിക്കുന്നില്ല. പള്ളിയിലടക്കാതെ തെമ്മാടിക്കുഴിയിൽ അടക്കിയിട്ട് പോരേണ്ടുന്ന സാഹചര്യവും ഉണ്ടായി. ഞാൻ ഇവരുടെ വീടുകൾ സന്ദർശിച്ചതാണ്. അപ്പോൾ കാണാൻ കഴിഞ്ഞത് കുടിലുകളിൽ കഴിയുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ്. അവരുടെ ഈ ഒരു അയ്യപ്പൻ മരണപ്പെട്ടതോടുകൂടി കുടുംബം ഒന്നാകെ തന്നെ അനാഥമായി. അന്ന് മരണപ്പെട്ട അന്ന് കുമളി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അന്നിപ്പോൾ ബഹുമാനപ്പെട്ട അച്യുതാനന്ദനാണ് നമ്മുടെ CM വന്നായിരുന്നു. 104 സ്വാമിമാർക്ക് 1 ലക്ഷം രൂപ വെച്ച് പാസ്സായി. ഇന്ന് വരെ കൊടുത്തിട്ടില്ല. പോലീസുകാർ ആന്ധ്രയും കർണാടകയിലും പോയി റിപ്പോർട്ട് എടുത്തിട്ട് വന്നു. ഇന്ന വ്യക്തിയുടെ അഡ്രസ്സ് റിപ്പോർട്ട് ഇട്ട് വന്നു. പൈസ ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ പ്രദേശം മുഴുവൻ ഇൻഷുറൻസ് പരിരക്ഷയുള്ളതാണ്. ഇവർക്ക് ഇൻഷുറൻസ് കൊടുത്തോ? ഇവർക്ക് ഇൻഷുറൻസ് തുക എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ആ സമയത്ത് ദേവസ്വം ബോർഡ് പറഞ്ഞു ആ സ്ഥലം ഇൻഷുറൻസിൻ്റെ പരിധിയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റും പറഞ്ഞു. 2 കൂട്ടരും കൂടി ഒത്തുകളിച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. പത്തനംതിട്ട ജില്ലയിൽ മാത്രമേ ഈ ഇൻഷുറൻസിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നുള്ളൂ. ഇത് സംഭവം നടന്നത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ കവറേജ് ഇല്ലായിരുന്നു. അപ്പോൾ ഇടുക്കി ജില്ല മാത്രമല്ല, പത്തനംതിട്ടയിൽ ഒതുക്കാതെ അയൽ ജില്ലകളിലും കൂടി ഇത് വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് ചോദിച്ചു വാങ്ങിയ ഒരു ദുരന്തമാണ്. ക്രൗഡ് മാനേജ്മെൻറ്റിൽ പോലീസിന് സംഭവിച്ച വലിയ വീഴ്ച, പോലീസും വനം വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മ, ഇതെല്ലാം
ദുരന്തത്തിൻ്റെ തീവ്രത കൂട്ടി. അന്നവിടെ ഈ 1.5 ലക്ഷം ആളുകളെ നിയന്ത്രിക്കാനായിട്ടുണ്ടായിരുന്ന പോലീസുകാർ 9 പേരുണ്ടായിരുന്നു. ഭൂതപൂർവമായ ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? കയറ് കെട്ടി ഘട്ടം ഘട്ടമായിട്ട് ആളുകൾ കിട്ടും. എല്ലാവരും കൂടെ ഒന്നിച്ചെന്ന് ചാടുന്ന അത് ഒഴിവാക്കി. ഇത്തരത്തിലൊരു സംവിധാനം അവിടെ ഉണ്ടായില്ല. മകരവിളക്കിൻ്റെ തലേദിവസവും ഭരണാധികാരികളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. എല്ലാ മകരവിളക്കിനും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കഴിഞ്ഞു, എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. ആ പ്രസ്താവനയുടെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടായിരുന്നു? ഇങ്ങനെ ഒരു സീരീസ് ഓഫ് ചെറിയ ചെറിയ കുഴപ്പങ്ങൾ അവിടെ സംഭവിച്ചു. ഫോറസ്റ്റ് വകുപ്പിൻ്റെ അല്പ അശ്രദ്ധയെന്ന് പറയാം. ഇങ്ങനെ ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് റോഡ് വീതി കുറച്ച ഒരു സ്ഥലത്തു കൂടെ ആളുകൾ പോകാൻ ഇടവരുത്താൻ പാടില്ലായിരുന്നു. ക്രൗഡ് മാനേജ്മെൻറ്റിൽ പരിശീലനം നേടിയ സെൻട്രൽ ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നു, ശബരിമലയിൽ ഉണ്ടായിരുന്നു. അവരെ ക്രൗഡ് മാനേജ്മെൻറ്റിൽ തൊടിയിക്ക പോലുമില്ല. എല്ലാം പോലീസാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ തിക്കും തിരക്കും നിയന്ത്രിക്കാനുള്ള ചുമതല കേന്ദ്രസേനയ്ക്ക് വിട്ടുകൊടുത്തുകൂടാ? ഈ കേന്ദ്രസേനാംഗങ്ങളുടെ സേവനം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ദുരന്ത സാധ്യത സൂചിപ്പിച്ചുകൊണ്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അവഗണിക്കപ്പെട്ടു. അതിൽ ദുരൂഹതയുണ്ട്. ദുരൂഹത ശേഷിപ്പിക്കുന്ന മറ്റു പലതുമുണ്ട്. അതിലൊന്ന് അയ്യപ്പ ഭക്തർ സഞ്ചരിക്കുന്ന വഴിക്ക് കുറുകെ കെട്ടിയ ചങ്ങലയാണ്. തെളിവെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അട്ടിമറിയൊന്നും ഉണ്ടായിട്ടില്ല. സംഭവിച്ചത് അന്നത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയെടുത്ത ഒരു ആൾക്കൂട്ട ബഹളമായിരുന്നു. ഞാനൊരു ഡെഡ് ബോഡി എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ 5 പേര് കൂടിയാണ് ഒരു നീല പടുതയ്ക്കകത്ത് ഇതിങ്ങനെ കിടക്കുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ കാൽ അറ്റുപോയിട്ടുണ്ട്. ആ കാലിൽ നിന്ന് ഞങ്ങൾ അതെടുത്ത് കഴിഞ്ഞ സമയത്ത് സുരേഷ് ബാബു ഡോക്ടർ പറഞ്ഞു, ഇതിനകത്തൊരു എന്തോ ചുറ്റി വരിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ചങ്ങലയായിരുന്നു. വളരെ ബലവത്തായ എന്തോ ഒരു സാധനത്തിൽ ഇവിടെ ഒരു ചങ്ങല ഉണ്ടായിരുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാവുകയാണ്. അപ്പോൾ ആ ചങ്ങല അവിടെ ഉണ്ടായിരുന്നു. ആ ചങ്ങലയിൽപ്പെട്ട് മുന്നോട്ടേക്ക് നീങ്ങാൻ വയ്യാതെ വന്നത് മൂലം സംഭവിച്ച ഒരു സ്റ്റാമ്പേഡ്, അല്ലെങ്കിൽ ആൾക്കൂട്ട തിക്ക് തിരക്ക് മൂലം സംഭവിച്ച ഒരു കൂട്ടമരണം എന്ന് വേണമെങ്കിൽ പറയാം. സന്ധ്യയ്ക്ക് മുമ്പേ ആ ചങ്ങല ഇല്ലായിരുന്നു. സന്ധ്യയ്ക്ക് ശേഷം ഈ ചങ്ങല ഇടുകയും അത് പൂട്ടി, അതിൻ്റെ ഒരു തലയ്ക്കും പൂട്ടി ആ താക്കോൽ ഷുക്കൂർ എന്ന് പറഞ്ഞ കടക്കാരൻ സൂക്ഷിക്കുകയും ചെയ്തത് മുതൽ. അപ്പോൾ ഇത് കൂട്ടമരണമാണോ കൂട്ടക്കൊലയാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഉത്തരം ഇനിയും കിട്ടേണ്ടതായിട്ടുണ്ട്. ദുരന്തഭൂമിയിൽ കണ്ടെത്തിയ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള അവ്യക്തത ഇന്നും ദുരൂഹതയായി തുടരുന്നു. അവിടെ 4 ബൈക്കുകൾ ഉണ്ടായിരുന്നു, ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. ജീപ്പിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് മലപ്പുറംകാരൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീപ്പായിരുന്നു എന്ന് തെളിയുന്നു. ജീപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യക്തമായ അതിൻ്റെ ഉടമസ്ഥനെയും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തു. അതിൽ വേറെ പ്രത്യേകിച്ച് അസ്വാഭാവികമായിട്ടൊന്നുമില്ല. ആ വാഹനത്തിൻ്റെ ഉടമ CC ഡിഫാൾട്ട് ചെയ്തു. അപ്പോൾ വണ്ടി പിടിച്ചെടുത്ത് അവർ ലേലം ചെയ്തു. അത് കൈമാറി പോയി. പിന്നെ അതിന് രേഖയില്ല. ആരാണത് കൊണ്ടുവന്നതെന്ന് കണ്ടുപിടിക്കാൻ അസാധ്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് തന്നു. ജീപ്പും മോട്ടോർ സൈക്കിളുകളും ഇപ്പോഴും കുമളി സ്റ്റേഷനിൽ തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. ആരെയോ രക്ഷിക്കാനുള്ള വ്യഗ്രത ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഈ മഹാദുരന്തത്തിന് ശേഷം കോടതി അവിടെ പല മാറ്റങ്ങളും നിർദ്ദേശിച്ചു. ആ മാറ്റങ്ങൾ അതേ രീതിയിൽ നടപ്പിൽ വന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പുല്ലുമേട്ടിൽ തന്നെ എന്ത്
ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നേരിടാൻ ആവശ്യമായ സന്നാഹങ്ങളോടുകൂടിയുള്ള ഒരു മെഡിക്കൽ യൂണിറ്റ് ഈ സീസണിൽ പ്രവർത്തിക്കണം, ഫുള്ളി എക്വിപ്ഡ്. 2, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ വണ്ടിപ്പെരിയാറിൽ അവിടെ ഒരു ട്രൗമ കെയർ യൂണിറ്റ് സ്ഥാപിക്കണം. ഒരു ശബരിമല സ്പെഷ്യൽ കാഷ്വാലിറ്റി വാർഡ് അവിടെ തുടങ്ങണം. എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താനായിട്ട് പറഞ്ഞിരുന്നു. ചെയ്തു വേണമെന്ന് ഞാൻ വിചാരിക്കും. ഒരു നല്ല ആശുപത്രി ശബരിമലയുടെ പരിസര പ്രദേശത്ത് എങ്ങുമില്ല എന്നതാണ്. കോടിക്കണക്കിന് അയ്യപ്പന്മാർ എത്തിക്കൊണ്ടിരിക്കുന്ന ശബരിമല ക്ഷേത്രത്തിൽ അവിടെ അത്യാവശ്യം ഒരു ഫസ്റ്റ് എയ്ഡ് പോലും നൽകി അവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നൊരവസ്ഥയുണ്ടെങ്കിൽ എത്ര ദയനീയമാണ് നമ്മുടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തോട് കാണിക്കുന്ന അവഗണന എന്നുള്ളത് ആർക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ കീഴിലുള്ള ആശുപത്രി പമ്പയിലുണ്ടായിരുന്നു. ഹിൽ ടോപ്പിലെ ദുരന്തത്തിന് ശേഷമാണ്. എന്തുകൊണ്ട് ഇന്ന് ആശുപത്രി അവിടെ ഇല്ല? അതുപോലെ ഇന്ത്യയിലെ പ്രഗത്ഭരായ പ്രമുഖരായിട്ടുള്ള വലിയ വലിയ ഡോക്ടർമാർ ഇവിടെ വന്ന് സേവനം നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ട്. എന്താ ഇവരിന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്തെങ്കിലും വരാത്തതെന്താണ്? ഇതുണ്ടായത് ആദ്യ സംഭവമല്ല. 2000 ആണ്ടിൽ 99-2000 ആണ്ടിൽ ഇതുപോലെ മകരവിളക്കിന് പമ്പയിലെ ഹിൽ ടോപ്പിൽ 57 അയ്യപ്പന്മാരാണ് മരണമടഞ്ഞത്. മിക്കതും ആന്ധ്രക്കാരായിരുന്നു. അവർ ആ ഹിൽ ടോപ്പിൽ നിന്നുകൊണ്ട് മകരവിളക്ക് ദർശിച്ചപ്പോൾ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചതാണ്. ഇതൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയില്ല. തിളച്ച വെള്ളം പച്ചവെള്ളം കുടിക്കാൻ ചോദിച്ച അയ്യപ്പന്മാരുടെ ദേഹത്തൊഴിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കൊള്ളി വലിച്ചൂരി അയ്യപ്പന്മാർക്കിട്ട് കുത്തിയ സംഭവം വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരോട് ഈ ഒരു ദയാദാക്ഷിണ്യം കാണിക്കണ്ടേ? അവരൊക്കെ ഇവിടെ കൊണ്ടിടുന്ന പണം കൊണ്ടാണ് വാസ്തവത്തിൽ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രത പോലും നിലനിൽക്കുന്നത്. ഈ വരുമാനം എല്ലാം കിട്ടുമ്പോഴും അവർക്ക് അവരുടെ ആരോഗ്യം, അവർക്ക് ഭക്ഷണം, അവർക്ക് താമസ സൗകര്യം, അവർക്ക് യാത്രാ സൗകര്യം ഇതെല്ലാം ചെയ്തു കൊടുക്കണ്ടേ? ചെയ്തു കൊടുക്കാൻ ഭരണഘടനാപരമായ ബാധ്യത സർക്കാരിനുണ്ട്. അന്ന് ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ 102 വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അധികാരികളുടെ കണ്ണ് തുറപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ഒട്ടും തുറപ്പിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. ഈ വരുന്ന അയ്യപ്പന്മാരുടെ മടിക്കുത്തിൽ മാത്രം നോക്കുന്ന വെറും മടിക്കുത്ത് നോക്കികളായി ദേവസ്വം ബോർഡ് മാറാൻ പാടില്ല. ഈ കച്ചവട താല്പര്യം ഉപേക്ഷിച്ചേ മതിയാവും. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ ഒരു വൻ ദുരന്തത്തെക്കുറിച്ച് ഒരു പുനർവായന ആവശ്യമാണ്. അതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മലയിൽ ഒരു മണ്ഡലകാലം കൂടി പെയ്തിറങ്ങുകയാണ്. മകരജ്യോതി ദർശനത്തിന് ഇനി നാളുകൾ മാത്രം ബാക്കി. പുല്ലുമേട് ദുരന്തം സംഭവിക്കുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണോ അവിടെ ഉണ്ടായിരുന്നത്, ഇന്നും അത്ര സൗകര്യങ്ങളെ അവിടെയുള്ളൂ. ഒന്നിനും ഒരു മാറ്റവുമില്ല. ദുരന്തങ്ങളിൽ നിന്ന് നാം ഒന്നും പഠിക്കുന്നില്ല. അനാസ്ഥ മാറ്റമില്ലാതെ തുടരും.